ഹൈഡ്രോളിക് ഹോസ് ഒക്കെ എങ്ങനെയാണ് ക്രിമ്പ് ചെയ്ത് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഡൈകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് നമ്മുടെ ഹോസിന്റെ സൈസിനനുസരിച്ചുള്ള ഡൈ വേണം നമുക്ക് ഉപയോഗിക്കാനായിട്ട്. അത് ഈ കാണുന്ന ഈ ഒരു പോർഷനിലാണ് നമ്മൾ ഡൈ ഫിറ്റ് ചെയ്യുന്നത്. അതിനായിട്ട് നമുക്ക് പ്ലക്കർ ഉപയോഗിച്ചിട്ട് നമുക്ക് റിമൂവ് ചെയ്യാനും ഫിറ്റ് ചെയ്യാനും പറ്റുന്നതായിരിക്കും. ഇപ്പൊ നമ്മുടെ സാമ്പിളിനനുസരിച്ചുള്ള ഒരു ഹോസ് ആയതുകൊണ്ട് ഈ കാണുന്ന രീതിയിലുള്ള ഡൈ നമുക്ക് ഉപയോഗിക്കാം. അതിനായിട്ട് ഈ കാണുന്ന രീതിയിൽ നമുക്ക് പ്രസ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ രണ്ട് രീതിയിലുള്ള പുഷ് ബട്ടൺസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒന്ന് പ്രസ് ചെയ്യാനായിട്ടും അതുപോലെ രണ്ട് റിലീസ് ചെയ്യാനായിട്ടും. അതുപോലെ ഈ ഒരു മെത്തേഡിൽ നമുക്ക് സ്മൂത്ത് ആയിട്ട് ഡൈ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ സാമ്പിളിനനുസരിച്ചിട്ട് ഹോസ് ചൂസ് ചെയ്യുകയും അതുപോലെ അതിന്റെ ലെങ്തിനനുസരിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് ഈ കാണുന്ന രീതിയിൽ വൈസിൽ വെച്ച് നമുക്ക് ഗ്രൈൻഡർ ഉപയോഗിച്ചിട്ട് നമ്മുടെ ലെങ്തിനനുസരിച്ച് ഹോസ് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം ഈ കാണുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള നമുക്ക് ഹൈഡ്രോളിക് ഫിറ്റിംഗ്സുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മുടെ സാമ്പിൾ ഏതാണോ അതിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ കാണുന്ന മെത്തേഡിൽ നമുക്ക് ഈ ബട്ടൺസ് പ്രസ് ചെയ്തിട്ട് നല്ല രീതിയിൽ ക്രിമ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു മെത്തേഡിലാണ് സിമ്പിൾ ആയിട്ട് നമ്മുടെ ഹൈഡ്രോളിക് ഹോസ് ഒക്കെ ക്രിമ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ റിലേറ്റഡ് ആയിട്ട് വീഡിയോസും അതുപോലെ ഓട്ടോമേഷൻ ഒക്കെ പഠിക്കാനായിട്ട് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.